ഒരുപക്ഷെ ഇന്നിപ്പോ ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ മറുനാടൻ ഷാജനോ ഒന്നും ഷാൻസറിയോ അല്ലെങ്കിൽ ക്രൈം നന്ദകുമാറോ ഒന്നും ഇന്ന് ഒരുപക്ഷെ ജീവനോടെ ഭൂമിയിൽ ഉണ്ടായെന്ന് വരില്ല. കാരണം CPM-നെ എതിർത്തുകൊണ്ട് അതുകൊണ്ട് അത് ഒരു കണക്കിന് നല്ലതാണ്, കാരണം ജീവൻ പോകില്ലല്ലോ. നമസ്കാരം. നല്ല ശുദ്ധമായി ഒഴുകുന്ന ഒരു പുഴയിൽ ഏതെങ്കിലും ഒരു തൊഴിൽശാലയിലെ മാലിന്യങ്ങൾ ഒഴുകി വരുമ്പോൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാലിന്യങ്ങൾ ഒഴുകി എത്തുമ്പോൾ ആ ശുദ്ധജലം കൂടി മലിനമാകും. അതുപോലെയാണ് അതിനൊരു ഉദാഹരണമായി പറഞ്ഞു. ഞാനങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എന്തോ വലിയ കവിതയുടെ ഒരു അംശമൊക്കെ വരുന്നുണ്ട്, വലിയ ആലങ്കാരികമായിട്ടൊക്കെ പറയുന്നു. സുമേഷ് എന്താണ് പറയാൻ പോണെന്നാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അല്ല, വേറൊരു ഉദാഹരണമാണ് എനിക്ക് പറയേണ്ടിയിരുന്നത്. അതായത് ഒരു പാലിൽ ഒരു തുള്ളി തേൻ, അതായത് ഒരു 10 ലിറ്റർ പാലിൽ ഒരു തുള്ളി സയനൈഡ് വീഴുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാൽ മുഴുവൻ വിഷം. പക്ഷെ ആ പാല്, ഞാൻ ഈ ഉദാഹരിക്കാൻ പോകുന്ന ആ ഒരു സംഘടനയെ പാലിനോട് ഉപമിക്കാൻ കഴിയില്ല. കാരണം അത്ര ശുദ്ധമായ ഒരു സംഘടനയൊന്നും അല്ല. എന്റെ ഒരു പൂർണ്ണമായും ശുദ്ധമായിട്ടല്ല. ഒരു സംഘടനയെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് ഇപ്പോ കുറച്ചു കാലങ്ങളായി ഈ പാർട്ടി മാറുക, അങ്ങോട്ട് പറയും, ഇടത്തുനിന്ന് വലത്തോട്ട് ചാടുക, വലത്തുനിന്ന് നടുവോട്ട് ചാടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് എല്ലാം അവിടെ ഉള്ളത്. ഈ വരുന്നവര്, മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്നവർ ഏത് രീതിയിൽ, അത് നോക്കുന്നവർ CPM-കാർ മാത്രമേ ഉള്ളൂ. കാരണം എത്രത്തോളം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണോ അത്രത്തോളം അതൊരു യോഗ്യതയാണ് CPM-ലേക്ക് വരാൻ. കോൺഗ്രസും മറ്റു പാർട്ടികളും BJP അടക്കമുള്ള പാർട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല. ആര് വന്നു കഴിഞ്ഞാലും പലരും എന്തായാലും ഇത്രയും കുറ്റകൃത്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെയും കുറച്ച് പേര് പാർട്ടി മാറിയിട്ടുണ്ട്. ആ പാർട്ടിയിൽ പാലക്കാടുള്ള ഒരു DYFI നേതാവ് ലെനിൻ, അതായത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ആചാര്യന്റെ ലെനിന്റെ പേരിൽ തന്നെയുള്ള ഒരു DYFI നേതാവും പാർട്ടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഇവിടെ മംഗലാപുരത്ത് മുല്ലശ്ശേരി മധു, അദ്ദേഹത്തിന്റെ മകൻ മിഥുൻ മുല്ലശ്ശേരി ഒക്കെ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ BJP ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഒരുവിധം, അതായത് CPM-നെ അപേക്ഷിച്ച് ഒരു 100 പടി ഉയരത്തിലാണ് കോൺഗ്രസും BJP-യും ഒക്കെ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം സംഘടനകളിലേക്ക് ഈ പറയുന്ന CPM-ൽ പ്രവർത്തിച്ച ആൾക്കാർ വരുമ്പോൾ ഭാവിയിൽ ആ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആശങ്കയും സംശയവും. അല്ല, അത് ഈ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുമേഷേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും, ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്ന അവിടെയല്ല. ഞാൻ ശ്രദ്ധിച്ചത് CPM-കാർ ഇവിടെ ഇങ്ങനെ വല്ലാത്തൊരു അവകാശവാദം പറയുമായിരുന്നു. അതായത് CPM-ൽ നിന്നും ഒരു തരുമ്പും ഒരു എറുമ്പ് പോലും BJP-യിലോട്ട് പോകില്ല. കാരണം CPM അങ്ങനത്തെ ഒരു കേഡർ പാർട്ടിയാണ്. അത് BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പാർട്ടിയല്ല, അത് കോൺഗ്രസ് ആണ് അങ്ങനെയുള്ള പാർട്ടി. കോൺഗ്രസ്സിലെ ആൾക്കാർ ആരും നിൽക്കുന്നത്, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്, കോൺഗ്രസിനെ വിജയിപ്പിക്കരുത്, കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചാൽ നാളെ അവരും എല്ലാം BJP-യിലോട്ട് പോകും, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യരുത്, അവരെ MLA ആയിട്ടോ പിന്നെ MP ആയിട്ടോ മത്സരിക്കുമ്പോഴൊക്കെ CPM അപ്പോഴപ്പോഴും പറയുന്ന വാചകം ഇതായിരുന്നു, ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യരുത്, വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അവർ നാളെ കോൺഗ്രസിലുണ്ടാവില്ല, അവർ BJP-യിലായിരിക്കും പോകുന്നത്. അതേസമയം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ ആൾക്കാരും തന്നെ BJP-യിലോട്ട് പോകില്ല, ഞങ്ങൾ അതാ ഉറപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദം പറയായിരുന്നു. അതാണ് പൊളിയുന്നത്. അവിടെയാണ് ഞാൻ കാണുന്നത്. ആ പൊളിച്ചിൽ വല്ലാത്ത പൊളിച്ചിലാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് അംഗം, ഏരിയ കമ്മിറ്റി അംഗം, അങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾ. ഈ ഇന്ന് ലെനിൻ എന്ന് പറയുന്ന കക്ഷിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, DYFI-യുടെ മറ്റേ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, SFI-യുടെ വലിയ നേതാവായിരുന്നു. ഈ ലെനിൻ്റെ കൂടെ പോയവരെല്ലാം SFI-യുടെ നല്ല സ്ഥാനങ്ങളുള്ള ലോക്കൽ ഏരിയ സ്ഥാനങ്ങളുണ്ടായി വഹിച്ചിരുന്ന വലിയ നേതാക്കന്മാരൊക്കെയാണ് കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഇവർ ഈ അവകാശവാദം പറഞ്ഞ CPM? എനിക്ക് അവിടെയാണ് ഞാൻ പോകുന്നത്. അവർ ഈ അവകാശവാദം പൊളിഞ്ഞ് തപ്രമാവുകയാണ്. ഏതെങ്കിലും തരത്തിൽ BJP കേരളത്തിൽ വിജയിക്കും എന്നൊരവസ്ഥ വരികയാണെങ്കിൽ, സുമേഷ്, ഞാൻ വേറെ സുമേഷ് പറയുന്നത് ആശങ്കയുണ്ട്, ഇതെല്ലാം കൂടെ ഈ BJP-യിലോട്ട് വന്നാൽ ഒരു പാലിൽ ഇത് വീണാൽ അതൊക്കെ ശരി തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വന്നു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വളരെ കുറച്ച് ഈ പറയുന്ന പിണറായിയും ഗോവിന്ദനും ഈ ചപ്പടാച്ചി വരുന്ന വിജയരാഘവനും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. മിക്കവാറും അവർക്ക് ഔദ്യോഗികമായിട്ട് പാർട്ടി മാറാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ നമ്മൾ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ BJP-ക്കാർ അല്ല, അത് അവരുടെ നയപരമായ ഒരു GP-യിലോട്ട് മാറിക്കഴിഞ്ഞു. BJP പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയപരമായിട്ട് BJP-യുടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് അവർ. ഇപ്പം BJP ആണോ ഉശിരോടെ പറയുന്നത്, CPM ആണോ ഉശിരോടെ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തർക്കം വന്നിരിക്കുന്നത്. പലപ്പോഴും ഈ MEC-7 വിഷയം വന്നപ്പോൾ പിന്നെ BJP-യുടെ ഒരു മുസ്ലിം ലീഗ് നേതാവ് CPM നേതാവിനെ M മോഹനെ വിശേഷിപ്പിച്ചെന്താണെന്നറിയാമോ? പിന്നെ കോഴിക്കോട് ജില്ലയിലെ
RSSന്റെ പുതിയ കാര്യവാഹാണ് പി മോഹൻ. അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, ചുമ്മാ വിശേഷിപ്പിച്ചതല്ല. അവരതിനകത്ത് ഓരോരോ കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിശേഷിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ കൃത്യമൃത്യം പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ CPM ആണോ ഇപ്പോൾ BJP ആണോ ഹിന്ദുയിസം പറയുന്നത് എന്നുള്ള ഇപ്പോൾ ആകെ തർക്കമായിട്ടിരിക്കുന്നത്. ഞാനാണ് മുമ്പെന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും CPMന്റെ വാദം പൊളിയുന്നു എന്നുള്ളത് ആണ് ഞാൻ കാണുന്നത് ഈ ലെനിൻ പോകുന്നത്. മാത്രമല്ല ലെനിൻ എന്ന് പേരിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലെനിൻ എന്ന് പേരിട്ടത് അച്ഛനും അമ്മയും ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ടിട്ടതായിരിക്കും. ഒരു അഭിമാനത്തിന്റെ ഭാഗമായിട്ടിട്ട സഖാവ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ആളാണ്. അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. അതുകൊണ്ടാണല്ലോ അയാളും വലിയ DYFIയുടെ നേതാവായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുടുംബം മൊത്തം മാറിക്കാണ്. ഇപ്പൊ ലെനിൻ മാറി എന്ന് പറയുമ്പോൾ ലെനിന്റെ മാത്രം മാറ്റമായിരിക്കില്ല. അല്ല, എന്റെ പ്രശ്നം അതല്ല. അവർ കുടുംബത്തോടു കൂടി മാറയുടെ, ഒരു ഇടവകയോട് കൂടി മാറയുടെ, ഒരു പഞ്ചായത്തോട് കൂടി മാറയുടെ എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഈ CPMനെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ ഈ CPM എന്തെങ്കിലും അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോ നാട്ടിലും അതിനൊരു പരിധിയുണ്ട്. അതായത് എലിവാണ കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ ചെന്നിട്ട് പറഞ്ഞ് താഴെ വീഴും. അപ്പൊ അത് മുകളിൽ ചെല്ലുന്നത് വരെ അതിന് ആയുസുള്ളൂ. അതുപോലെയാണ് CPM. മനസ്സിലായോ? അപ്പൊ ഈ CPM ഉള്ള ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റുള്ള ഇന്നലെ പറഞ്ഞത് രാംകോ അതായത് തമിഴ്നാട്ടിൽ പല തൊഴിൽശാലകളുണ്ട്. അവിടെയൊന്നും ഇതുപോലെയുള്ള ഇതൊന്നും കാണില്ല. ഇവിടെ ഒരു തൊഴിൽശാല തുടങ്ങാൻ, അതായത് ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ അവിടെ ആരത്തലവട്ടത്തിന്റെ ഫ്ലെക്സ് ബോർഡ് ഉപയോഗിക്കും. അതാണ് അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രീതി. അപ്പൊ എന്റെ ആശങ്ക അതല്ല. അപ്പൊ ഈ CPM ഇല്ല ഇവിടെ തൊഴിൽശാലകൾ ഉണ്ടാവും, ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ ആൾക്കാർ എന്തായിരുന്നാലും കോൺഗ്രസോ BJPയോ അധികാരത്തിൽ വന്നാൽ എന്തായാലും ഇത്ര കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ സ്ഥാപനങ്ങളും സംരംഭങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആൾക്കാരൊക്കെ ജോലി കിട്ടുന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രതീക്ഷ അസ്ഥാനത്താകും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ CPMൽ ഇപ്പോൾ ഇതേ ചിന്താഗതിയോട് കൂടി ഈ തൊഴിൽശാലകൾ പൂട്ടിക്കുകയും ചെങ്കോടകം കുത്തി തൊഴിലിടങ്ങൾ പൂട്ടിക്കുകയും ആളുകൾ അടിക്കുകയും ചീത്ത വിളിക്കുകയും റോഡ് കയ്യേറുകയും പിന്നെ ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ CPMൽ നിന്ന് BJPയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഈ തുരപ്പനലി നമ്മൾ നോക്കി, ഒരു തുരപ്പനലി ചേട്ടൻ ചിക്കൻ 65ഉം അല്ലെങ്കിൽ പൊറോട്ടയും അല്ലെങ്കിൽ നൂഡിൽസോ മറ്റേ എന്ത് വേണമെങ്കിലും എടുത്തു വെച്ച് കൊടുത്തിട്ട് കപ്പക്കിഴങ്ങും ചേമ്പും എടുത്ത് വെച്ച് നോക്കുക. അത് തിന്നും, കപ്പക്കിഴങ്ങ് അതേ തിന്നു. അതായത് അതെന്തെന്നറിയോ, അത് അതിന്റെ ജന്മ സ്വഭാവം. അതെ അതെ, മനസ്സിലായോ? അതുപോലെയാണ് അതൊരിക്കലും ഈ CPMൽ വന്ന് ഇയാൾ പോയി കഴിഞ്ഞ എന്തായാലും CPM ഇവിടുത്തെ CPM ആകെ പിന്നെ മലീമസമായിരിക്കുകയാണ്, നേതാക്കളൊന്നും ശരിയല്ല, അതുകൊണ്ട് എനിക്ക് രാഷ്ട്രത്തെ സേവിക്കണം, പൊതുപ്രവർത്തന രംഗത്ത് മറ്റുള്ളവർ നിൽക്കണം. അങ്ങനെയല്ല പോയത്. കാരണം ഇത് അവിടെയുള്ള പ്രാദേശിക നേതാക്കളുമായിട്ടോ മറ്റോ ഉള്ള എന്തെങ്കിലും വിഷയത്തിന്റെ പേരിലായിരിക്കും. അല്ലാതെ ഒന്നും ഒരിക്കലും ഇവർ BJPയിലേക്ക് പോയില്ല. കാരണം കോൺഗ്രസിലേക്ക് പോയ കാര്യമില്ലെന്നറിയാം. അപ്പൊ കോൺഗ്രസിൽ ഇതുവരെ ചെന്ന് കഴിഞ്ഞാൽ തമ്മിലടി പോലെയാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങോട്ട് പോകുമ്പോൾ മെനക്കെടില്ല. ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ BJPക്ക് ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോവുകയാണ്. അവിടെ എന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്താവും എന്നുള്ളതാണ്. അതെ അതെ, ഇതിപ്പോ ഈ പറയുന്ന മധു മുല്ലശ്ശേരി വന്നു, മിഥുൻ മുല്ലശ്ശേരി വന്നു, ഇപ്പൊ ലെനിനും 8 പേരോ കണ്ട വന്നു. അതുപോലെ കായംകുളത്ത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4-5 പേര് ഈ മാസം ഡിസംബർ ആദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ജന്മസ്വഭാവം, ഞാൻ ഈ തുരപ്പന്റെ കാര്യം പറഞ്ഞതിൽ മാറ്റം പറ്റില്ല, മനസ്സിലായ? അത് ഒരിക്കലും മാറില്ല. പക്ഷെ അത് പൊളിറ്റിക്സ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പൊളിറ്റിക്സിനകത്ത് നമുക്ക് പശ്ചിമ ബംഗാൾ നോക്കാം. പശ്ചിമ ബംഗാൾ സർവ്വ തെമ്മാടിത്തരവും കാണിച്ചുകൊണ്ടിരുന്ന കാരണം അവിടെ നിന്ന് ചില വിവരങ്ങൾ വെച്ചിട്ട് കേരളത്തിലുള്ള പിന്നെ CPMകാര് ആൾക്കാരെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പേരുദോഷം വന്നത്. കാരണം ഇത് പച്ചയ്ക്ക് ആൾക്കാരെ കുത്തിക്കൊന്ന് ചോരയൊലിപ്പിച്ച് വാർത്ത വന്ന് വെട്ടിക്കൊന്ന്. അപ്പോൾ അത് വലിയൊരു പശ്ചിമ ബംഗാൾ അങ്ങനെയല്ല ചെയ്തത്. മാന്യമായിട്ട് പിടിച്ചുകൊണ്ട് പോയി അടിച്ച് കൊന്നിട്ട് നൈസായിട്ട് കുഴി വെട്ടി ഉപ്പിട്ട് അവിടെയൊക്കെ തീർക്കുകയാണ് ചെയ്യുന്നത്. ആരും അറിയണില്ല, ഈ വെട്ടി തട്ടിയിടുന്നില്ല. അതായത് ഔദ്യോഗിക രേഖകൾ പ്രകാരം എനിക്ക് തോന്നുന്നു 380 പേരെന്തോ ആണ് ഈ 33 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. അതായത് പാർട്ടിയെ എതിർത്തവർ കൊല്ലപ്പെട്ടത്, പാർട്ടിയുടെ എതിരാളികൾ. പക്ഷെ അത് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് നിയമസഭയിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് ഇത്ര കൊലകൾ നടന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. അതാണ് CPM. അല്ല, അത് ഇപ്പൊ എന്താണ്, ഇപ്പം പിണറായി വിജയൻ സാറിന് അധികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ എത്ര കൊല നടന്നേനെ. ഇപ്പൊ എന്താണ്,
ഇപ്പൊ ചെയ്യുന്ന ഒരുപക്ഷെ അന്ന് എസ് പി പ്രദീപൊക്കെ മരണപ്പെട്ടു, അതെങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഒരുപക്ഷെ ഇന്നിപ്പോ ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ മറുനാടൻ ഷാജനോ ഒന്നും ഷാൻസറിയോ അല്ലെങ്കിൽ ക്രൈം നന്ദകുമാറോ ഒന്നും ഇന്ന് ഒരുപക്ഷെ ജീവനോടെ ഭൂമിയിൽ ഉണ്ടായെന്ന് വരില്ല. കാരണം CPM എതിർത്തുകൊണ്ട്, അതുകൊണ്ട് അത് ഒരു കണക്കിന് നല്ലതാണ്, കാരണം ജീവൻ പോകില്ലല്ലോ, ഉയരുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഞാൻ പറഞ്ഞത് ശിവങ്കാളുടെ കഥ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള അത്തരം ക്രൂരതകൾ ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി പ്രവർത്തകരാണ്. ഇപ്പൊ അവിടെ ഒരു MLA പോലും കിട്ടുന്നില്ല. അവിടെ ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ആ നേതാവിന് വേണ്ടിയിട്ട് അനുശോചന യോഗം കൂടാനോ ഒരു ബോർഡ് വയ്ക്കാനോ പോലെ ആളെ കിട്ടുന്നില്ല. അത്രയ്ക്ക് അവസ്ഥയായി. എങ്ങോട്ട് പോയി ഇവരെല്ലാം അങ്ങ് മാഞ്ഞു തേഞ്ഞ് ഭൂമിക്കടിയിൽ പോയല്ലോ, എല്ലാം തൃണമൂലിലോട്ട് പോയി. ഈ പറയുന്ന ഗൂണ്ടകൾ മുഴുവനും ഈ CPM-ന് വേണ്ടി ഗൂണ്ടായുസം നടത്തിക്കൊണ്ടിരുന്ന തെമ്മാടിത്തരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാവരും പിന്നെ തൃണമൂലിലോട്ട് പോയി. അതുപോലെ തൃണമൂല ഏകദേശം അതൊരു ഗൂണ്ടാ പാർട്ടിയായിട്ട് മാറി. അതായത് മുമ്പ് CPM എങ്ങനെയായിരുന്നോ അതുപോലെയാണ് അതേ രീതിയിലാണ് ഇപ്പൊ അവർ വരുന്നത്. കാരണം അവിടുത്തെ പ്രതിഷേധ സമരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിക്രൂരമായാണ്. വെട്ടിക്കൊല്ലുക, തീയിട്ട് നശിപ്പിക്കുക, അതൊക്കെയാണ് അവരുടെ ഭയങ്കര, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിഷേധം ഒന്നും അതിനെ പേരിട്ട് വിളിക്കാൻ പറ്റില്ല, കലാപാക്രമണം തന്നെയാണ്. അപ്പം തൃണമൂൽ കോൺഗ്രസ് അങ്ങനെയായി. കാരണം പക്ഷെ അവർക്ക് ഭരണം അവിടെ കിട്ടി. അവരൊക്കെ ഇനി തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഭരണം അവരുടെ കയ്യിലിരിക്കുകയാണ്. നാളെ അത് മാറുമായിരിക്കാം. പക്ഷെ കേരളത്തിലും അത് സംഭവിക്കും. അപ്പോൾ ഈ പറയും പോലെ കേരളത്തിലും BJP-ക്കാർ അല്ല CPM-കാർ പിന്നെ ഒഴുക്ക് BJP-യിലോട്ടും BJP-ക്കും ഈ പറയുന്ന കുറേ ഗൂണ്ടകളും അതിനകത്ത് കയറും, സ്വാഭാവികമായിട്ടും കയറും. അവരും BJP-യുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ സുമേഷ് പറഞ്ഞതുപോലെ മാറിയിട്ട് ഒരു ഗൂണ്ട പാർട്ടിയായിട്ട് മാറിക്കൂടായില്ല. കാരണം CPM-നകത്തുള്ളവർ കയറി വരുന്നതാണ്. പക്ഷെ അത് കുറച്ച് മാത്രമേ നിൽക്കൂ. ബാക്കിയെല്ലാം വന്ന് കയറി എന്തൊക്കെയോ ആയിട്ട് വന്നിട്ട് അവർ തിരിച്ചങ്ങ് പോകും. ബാക്കി കുറേ എണ്ണം നിൽക്കും. ആ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. എന്നാലും ചെറിയ വേലത്തരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന പാലില് വീണ് കഴിഞ്ഞാൽ ആ പാലിനെ പിന്നെ നമ്മൾ എത്രയൊക്കെ ശുദ്ധിയാക്കിയാലും കുറേയൊക്കെ അതിനകത്ത് വിഷം വീണ പാലിനെ എങ്ങനെ നമുക്ക് ശുദ്ധിയാക്കാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് അത് സംഭവിക്കും. പക്ഷെ എങ്കിൽ പോലും പൊളിറ്റിക്സിൽ ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പം CPM കെട്ടുപോയത് എന്തുകൊണ്ടാണ്? CPM-നകത്ത് പിന്നെ ഈ പറയുന്ന മതരാഷ്ട്രവാദികളായ തീവ്രവാദികൾ അമിതമായിട്ട് അടിച്ചു കയറി അതിന്റെ നേതൃത്വത്തിലിരിക്കുന്നു, സെക്രട്ടറിമാരായിട്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാനൊന്നുകൂടെ പറയാം. അതായത് 4 വർഷമായിട്ട് കേരളത്തിൽ താമസിച്ച് പല കൂലിപ്പണികൾ ചെയ്ത് പിന്നെ തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ച ഒരുത്തനെ ആസാം പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. കണ്ണൂരിന്നോ തൃശ്ശൂരിൽ നിന്നോ ഇവിടുന്നാണ്. 4 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യണം. ഈ കാര്യം അതായത് TP സെൻകുമാർ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഇവിടെ CPM ഇവിടെ പിന്നെ തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന്. അന്ന് അദ്ദേഹത്തിനെ സംഖ്യയാക്കി. അതിനുശേഷം നമ്മുടെ ബെഹ്റ വിരമിക്കൽ പ്രസംഗത്തിലാണ് പറഞ്ഞത് ഇവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്ന്. അത് ഒരു പോലീസ് മേധാവി വിരമിക്കുന്നത് വരെ ആ രഹസ്യം അറിയാമായിരുന്നിട്ടും മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഈ 4 വർഷം ഇതുപോലെ ഒരു തീവ്രവാദി കേരളത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട്. UP പോലീസും മറ്റ് പല സ്റ്റേറ്റുകളിലെ പോലീസും ഇവിടെ ഒന്ന് പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ഇവിടെ ഉള്ളവർ അറിയുന്നത്. പക്ഷേ ഇവിടുത്തെ പോലീസ് ഇന്റലിജൻസിൽ നിന്നും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരൊക്കെ. അവർക്ക് റിപ്പോർട്ട് കൊടുക്കാനല്ലേ പറ്റൂ. എവിടെ പോകുന്നു, റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണോ, എങ്ങനെയാണ് ഇയാൾ? ചെറിയൊരു കാലയളവല്ല, ഒരാഴ്ചയോ 2 ആഴ്ചയോ ആണെങ്കിൽ ഓക്കെ, ശരി, സമ്മതിച്ചു. ഇത് 4 വർഷമായിട്ട് കേരളത്തിൽ താമസിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന്റെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുകയായിരുന്ന ഒരുത്തനെയാണ് ബംഗ്ലാദേശിയാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഈ ബംഗ്ലാദേശി, നമ്മൾ അതിഥി തൊഴിലാളികളെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദിയാക്കും. ഇവൻ ബംഗ്ലാദേശ് പൗരനാണ്. അവന് അമ്മ ബംഗ്ലാദേശികാരിയും അച്ഛൻ ഇവിടുത്തുകാരനും ഒക്കെ പറഞ്ഞെങ്കിലും അത് ഏറ്റില്ല, അതല്ല എന്ന് ആസാം പോലീസ് പറയുന്നു. എന്തായാലും പുള്ളി വിമാനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം അപകടത്തിലാണ് ഈ കേരളത്തിന്റെ പോക്കെന്നുള്ളത് വളരെ അപകടത്തിലാണ് സുമേഷ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൃത്യമായിട്ടും ഈ പറയുന്ന ഒരുപാട് ഇവിടെ ഉള്ള ബംഗാളികൾ എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാം, അത് നമ്മുടെ നാട്ടിൽ കുറേ സഖാക്കൾ ചോദിച്ചു അവരുടെ, നിങ്ങൾക്ക് ഉത്തരേ ഭട്ടാചാര്യ അറിയാമോ, ജ്യോതിബാസുവിനെ അറിയാമോ, അവിടെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ സഖാക്കൾക്ക് ഒരു താല്പര്യം കൊണ്ട് ചോദിച്ചു. അമാർക്ക് ബബ്ബടിക്കുന്നു, അമാർക്കൊന്നും അറിഞ്ഞൂടാ അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച്. സംഭവം തോന്നുന്നു അമാർ ബംഗാളികളല്ല, അമാർ
അവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ കയറി ഇവിടെ വന്ന് ഇരിക്കുന്നതാണ്. നമ്മുടെ ഗവൺമെന്റിന് ഇത് ആരൊക്കെ ഇവിടെ ഉണ്ടെന്നും എത്ര പേരുണ്ടെന്നും എത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും ആരുടെ എല്ലാം കീഴിൽ എത്ര പേരുണ്ടെന്നും ഒരു കണക്കുമില്ലാത്ത ഒരു കുത്താമതി കണക്കാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരികയും ഒരു പൗരത്വ പട്ടിക പൗരത്വ പട്ടിക ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വന്നു നിൽക്കുന്ന രാജ്യത്തെ ജീവിക്കുന്നവരുടെ ഒരു പട്ടിക ഗവൺമെന്റ് എടുക്കേണ്ടതുണ്ടല്ലോ. അതിനെ എതിർത്തവന്മാരാണ് അവന്മാർ. എന്നിട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി ഒരുമിച്ച് ഇടതും വലതും കൂടെ ചേർന്നുകൊണ്ട് പിന്നെ പ്രമേയം പാസ്സാക്കിയ നാടാണ് കേരളം. അവിടെ നിന്നാണ് ഈ ഒരുത്തനെ ഒരു പക്കാ ക്രിമിനലിനെ ഇവിടെ വന്ന് പൊക്കിക്കൊണ്ട് പോയിരിക്കുന്ന മറ്റൊരു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ. ഇതൊക്കെ ഈ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു പിന്നെ എന്ത് പറയാം വിരൽ ചൂണ്ടലാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഗവൺമെന്റ് കഴിയുമെന്നറിയില്ല. വിജയവിലാസം കൊള്ള സംഘം എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിന്. പിന്നെ മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CMR ഇന്നത്തെ പത്രവാർത്തയാണല്ലോ അത്. പിന്നെ റെയ്ഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറയരുത്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലെന്ന്. എക്സാലോജിക്ക് പല സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റിയത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഏത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവ് ഇതിനകത്ത് പങ്കാളിയാണെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ റിപ്പോർട്ടിനകത്ത് പേര് പറഞ്ഞു കാണുമായിരിക്കും. ഈ റിപ്പോർട്ടിൽ ഈ ഉദ്ദേശിക്കുന്ന നേതാവിന്റെ ഇനിയിപ്പോ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു പൂട പോലും പറിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ വശം. അത് ആയിരിക്കും ചിലപ്പോ. ഇപ്പൊ വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ വിചാരണ നടക്കുന്നതാണ്. പക്ഷെ നടക്കാൻ സാധ്യത ലാവ്ലിൻ കേസ് ഇത്രയും വർഷം നീട്ടി വെച്ചിരിക്കണം. ലാവ്ലിൻ കേസിൽ എവിടെ വിചാരണ നടക്കാൻ? ഹൈക്കോടതി ഇതുവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലല്ലോ. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഒരു സാധാരണ അതല്ല. ഇതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് ഇവിടെ നിർത്താൻ തൽക്കാലം അടുത്തൊരു കേസിനും കൂടിയുള്ള ത്രാണിയില്ല. അപ്പൊ അതുകൊണ്ട് ശരി, വീണ്ടും കാണാൻ നാളെ.